ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അങ്കമാലിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവത്തെയാക്കിയതിനെ ഓർത്ത് നന്ദി ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നല്ലേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ ഏകജാതപുത്രനെ വിശ്വസിച്ച് ഏവൻ നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കുന്ന ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹം എത്രമാത്രം നിങ്ങൾ അനുഭവിച്ചറിയുന്നത് എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയുവാൻ ഇടയായതിൻ്റെ പിന്നിലാണ് പ്രൈസ് അതിൻ്റെ പരിണിതമായ ഫലമാണ് എൻ്റെ മാറ്റം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിന്ന് കേരളത്തിലെ ജയിലിൽ ഇപ്പോൾ എല്ലാം പഴയ പോലെ എല്ലാം പോകാൻ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിലും തിരുവനന്തപുരം പൂജപ്രസന്നയിൽ മാസമൊരിക്കൽ പോകുന്നു. ജയിലിൽ വെച്ചിട്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ അഴുക്കുചാലിൽ ബൈബിൾ സദൃശവാക്കിയ അനേക വാക്യങ്ങളുണ്ട്. നിഗളികളോട് എന്നും ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവത്തിൻ്റെ കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ബോഷനെ കുറിച്ച് പറയുന്നൊരു ബോഷനെ ഒരലില് അവില് പോലിടിച്ചാലും അവന് മാറ്റം വരുന്നില്ല പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവില് പൊടിച്ചാലും മാറ്റം വരുന്നില്ല. ഇനി പന്നിയെ കുറിച്ച് പറയുമ്പോൾ അതിന് ഏതെല്ലാം നിലയിൽ എത്രമാത്രം സുഗന്ധമായിട്ടുള്ള സോപ്പ് കൊണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞാലും ചെളി കാണുമ്പോൾ അത് ചാടി കുളിക്കുകയാണ്, അതല്ലേ? ഇത് മൂന്ന് ഞാൻ തന്നെയായിരുന്നു കേട്ടോ. ഈ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് മൂന്ന് ഞാൻ തന്നെയായിരുന്നു. ഒരു നിഗളിയായിരുന്നു, ആരും വകവയ്ക്കത്തില്ലായിരുന്നു. ഒരു ബോഷനെ പോലെ നടന്നൊരു വ്യക്തിയാണ്. കേരളത്തിൻ്റെ പല ജയിലുകളിൽ ഞാൻ കിടന്നിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എൻ്റെ വലിയ സ്നേഹമാണ്. വീട്ടിലെ മൂത്ത മകൻ ഞാനാണ്. അതിൻ്റെ പേരിൽ അപ്പൻ എന്നെ വളരെ സ്നേഹിച്ചിരുന്നു. പലവട്ടം ഞാൻ ജയിലിൽ കിടന്ന സമയത്തൊക്കെ ഒപ്പം വന്നിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ്, ജാമ്യം കിട്ടുന്നതിന് മുമ്പൊക്കെ വന്ന് പറയുന്നുണ്ടാ, നീ മൂത്ത മകനാണ് വീട്ടിൽ, നിന്റെ താഴെ 3 സഹോദരിമാരുണ്ട്, അതിൻ്റെ താഴെ അനിയനുണ്ട്, ഞങ്ങളുണ്ട്. നീ മുഖാന്തരം ഞങ്ങൾ പലവട്ടം ആത്മഹത്യ പോലും ശ്രമിച്ചിട്ടുണ്ട്. നീ ഇനി എങ്ങനെയൊന്ന് മാറ്റം വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് ജയിലിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ മാറി ജീവിച്ചോളാന്ന് പറയും. പക്ഷെ എനിക്ക് കഴിയത്തില്ലായിരുന്നു മാറി ജീവിക്കാനായിട്ട്. മദ്യപാനികളായിരിക്കുന്ന പലരും, മദ്യപിച്ച് നടക്കുന്ന പല വ്യക്തികളും അവർ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ പറയും, മക്കളെ ഇന്ന് കുടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുടിച്ചു വരുന്ന 4 കാലിലായിരിക്കും. അപ്പം നമുക്കൊന്നും മാറ്റാൻ കഴിയാത്ത നിലയിൽ അന്ധകാരത്തിന് ശക്തിക്കകത്ത് പെട്ടുകിടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. വീണ്ടും പല കേസുകൾ പ്രതിയായി, അവസാനം ഒരു കൊലക്കേസ് പ്രതിയായി, ജീവപരിധി ശിക്ഷിച്ച് പൂജപ്രസന്നയിൽ അടയ്ക്കപ്പെടുന്ന അനുഭവം ജീവിതത്തിലുണ്ടായി. ജയിലിലെത്തുന്നവർ അനേകരുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, അബ്കാരി കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു, വ്യവസായ പ്രമുഖരുണ്ടായിരുന്നു, ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. എണ്ണി പറയാൻ അനേകരുണ്ടായിരുന്നു. നമ്മളൊരു പാട്ടിങ്ങനെ പറയുന്നുണ്ട്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, എന്നാൽ കരയുമ്പോൾ കൂടെ കരയാൻ നിന്റെ നിഴൽ മാത്രമുള്ള എന്നൊരു കവി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നത്തെ സിനിമയിലൊരു പാട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ. നമ്മൾ പലരും എൻ്റെ അടുത്ത് പറയണ്ട, നീയിലെ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ പലരും കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ ജയിലിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും തള്ളി, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ അഹങ്കാരത്തിന് യാതൊരു കുറവില്ലായിരുന്നു. അങ്ങനെ ജയിലിനകത്ത് അഹങ്കാരിയെ നടക്കുന്ന സമയത്ത് എൻ്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കുവാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശരിക്കും എന്നെ മർദ്ദിച്ച് ഞാൻ അവശനായി മാറി. അങ്ങനെയൊക്കെ സമയത്താണ് ശാരീരികമായി ക്ഷീണിക്കപ്പെട്ട് മാനസികമായി തകർന്ന് ജയിലിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന സമയത്ത് ചില സഹോദരന്മാർ കടന്നു വന്ന് യേശുവിനെ കുറിച്ച് അറിയിക്കാനിടയായിത്തീർന്നു. ജയിലിനകത്ത് എന്നെപ്പോലെ തന്നെ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരാണ്. പക്ഷേ അവർ ജീവിതത്തിൽ മാറ്റം വന്നു. അവർ മാറ്റം വന്ന കാര്യം കണ്ടിട്ട് അറിയിച്ചു. എന്നാൽ ഞാൻ ജയിലിൽ വന്ന സമയം മുതൽ തന്നെ പറയുന്നുണ്ട്, യേശു നിന്നെ വിടുവിക്കുക, യേശുവിനെ സ്നേഹിക്കുന്നു പറയുമ്പോൾ മറ്റുള്ളവർ കളിയാക്കുന്ന പോലെ ഞാൻ കളിയാക്കി. നീ ഏത് യേശുവിനെ പറയുന്നത്? എനിക്കറിയാം യേശു ആരെന്നൊക്കെ പറഞ്ഞവരെ കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ വേദനയുടെ സമയത്ത് ഈ സഹോദരന്മാർ കടന്നു വന്ന് യേശുവിനെ കുറിച്ച് അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് റെനിജാൻ, ഞങ്ങൾ വളരെ ബഹുമാനം വിളിക്കുന്ന റെനിജാൻ അന്ന് ജയിലിനകത്തുണ്ട്. റെനിജാൻ എൻ്റെ അടുത്ത് കൂടുതലായിട്ട് സുവിശേഷം പറഞ്ഞിട്ടില്ലെങ്കിലും തൻ്റെ ജീവിതം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ജയിലിനകത്തൊരു കാലത്ത് പോലീസുകാർക്ക് എല്ലാവരും തലവേദനയായി നിന്നൊരു വ്യക്തിത്വത്തിന് ഉടമയായ വ്യക്തി. എന്നാൽ ജീവിതത്തിൽ യേശു മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ
തൻ്റെ ജീവിതം ഒരു സൗമ്യശീലനായി മാറുകയും ജയിലത്ത് എല്ലാവരുടെ അടുത്തും കടന്നുപോയി യേശുവിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്യുവാനിടയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ എന്നെ വളരെ സ്വാധീനിക്കുന്നിടയായിത്തീർന്നു. ഞാനും യേശുവിനെ അറിഞ്ഞു, യേശുവിൻ്റെ ജീവിതം കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. പോലീസിൻ്റെ മർദ്ദനമുറകൾക്കോ നീതിന്യായ കോടതിക്കോ ജയിലിനോ ഒരു വ്യക്തിയെ മാറ്റത്തിലേക്ക് നയിക്കാൻ കഴിയത്തില്ല. യേശു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അവനെ മാറ്റിമറിക്കുവാൻ ആ യേശുവിന്റെ സ്നേഹത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ യേശുവിന്റെ ദിവ്യമായ സ്നേഹം അതന്നെ പറഞ്ഞ് തൻ്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കുന്ന അവനെ നൽകാത്ത ലോകത്തെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു, ആരും എന്നെ സ്നേഹിക്കത്തില്ലായിരുന്നു. കാരണം അതുപോലെ ഈ ലോകത്തിൽ എനിക്ക് ഞാൻ യാത്ര ചെയ്ത് എന്നെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കേണ്ട കർത്താവ് വന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനായി തീർന്നു. പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്ന അറിഞ്ഞ സമയത്താണ് റെനിജാന് ആ സമയത്ത് ഞാൻ ബൈബിൾ വായിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് എന്നെ ജയിലിൽ ചാപ്പലിലേക്ക് ആദ്യം കൂട്ടിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞു, ജോസേ, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ബൈബിൾ മനസ്സിലാകത്തില്ല. ഈ ജയിലിനകത്ത് ഒരു ചാപ്പലുണ്ട്, ചാപ്പലിനകത്ത് ദേവദാസന്മാർ കടന്നു വരും, അവര് യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഗ്രഹിക്കുവാനും പഠിപ്പിക്കുവാനും പറഞ്ഞു തരും. അങ്ങനെ നീ വരാൻ പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കൂടെയും ദൈവത്തിൽ ഉറയ്ക്കുവാനിടയായിത്തീർന്നു. ഞാൻ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവം എനിക്ക് വേണ്ടി ചില അത്ഭുത വഴി തുറക്കാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുത വഴി തുറന്നു. എൻ്റെ അഡ്വക്കേറ്റ് അന്ന് MS സുകുമാരൻ നായർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ക്രിമിനൽ ലോയറാണ്. അദ്ദേഹത്തിന് എൻ്റെ ജാമ്യത്തിൽ നടക്കുന്ന ചിന്ത ദൈവമാണ് കൊടുത്തത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാവരും 7 പേരുണ്ടായിരുന്നു. നിങ്ങൾ സീൽമേന പരിചയ ബാബുരാജ് എൻ്റെ പ്രതിയായിരുന്നു, എൻ്റെ സഹോദരനായി, എൻ്റെ കൂട്ടുപതിയായിരുന്നു. അവർ മട്ടാഞ്ചേരിയിലായിരുന്ന ചെണ്ടു, നൗഷാദ്, നാസർ, हमारे लुलू मायमूर तेरोड वाइक सियाद कोकर हमारे എൻ്റെ മാനേജറായ അബ്ദുള്ള വെടിമറ സ്വദേശി ഷാഹുൽ അമീദ് ഇതൊക്കെ എൻ്റെ കൂട്ടുപതികളാണ്. എന്നാൽ ഇവരൊക്കെ പരോളിൽ ഇറങ്ങിയിട്ട് എന്നെ മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കാനും സ്നേഹിക്കാൻ ആരും തയ്യാറായില്ല. എന്നാൽ അവർ പരോളിൽ ഇറങ്ങി എൻ്റെ അഡ്വക്കറ്റിനെ കാണാനൊരു പോയി കഴിഞ്ഞപ്പോൾ അഡ്വക്കറ്റ് ചോദിച്ചു, നിങ്ങളൊക്കെ ഇറങ്ങിയില്ലേ? അപ്പം ഞങ്ങളൊക്കെ ഇറങ്ങി. ജോസ് ഇറങ്ങിയില്ലേ? അവനിറക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരുമില്ല എന്നുള്ള ബോധ്യത്തോടെ ആരും കൂടെ ഇരിക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിന്റെ വിഷയം പരിഹരിക്കുവാനായിട്ട് യേശുവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഏത് വിഷയത്തിൽ കടന്നു പോവുകയാണെങ്കിലും നിന്റെ ഭാരങ്ങൾ അറിയുന്ന, വേദന അറിയുന്ന, ദുഃഖങ്ങൾ അറിയുന്ന യേശുവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ നിന്റെ ഹൃദയം ഒന്ന് കൊടുത്താൽ മതി, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഈ അഡ്വക്കേറ്റിന് തോന്നിയാൽ ഇവരൊക്കെ ഇറങ്ങിയില്ല, ഇവൻ മാത്രം ഇറങ്ങിയില്ലോ എന്നുള്ള ചിന്ത കൊടുത്തു, ദൈവം കൊടുത്തു. ബൈബിൾ പറഞ്ഞു, രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്ക് യഹോവ കരികരിക്കുന്ന ഇരിക്കുന്നതൊക്കെ വചനത്തിലുണ്ട്. അത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ അഡ്വക്കേറ്റിന് ഉറക്കം കൊടുക്കാവുന്ന നിലയിൽ എനിക്ക് വേണ്ടി ജാമ്യം എടുക്കാനുള്ള പരിപാടി അദ്ദേഹം ചെയ്തു. ജസ്റ്റിസ് KT തോമസിന്റെ ബെഞ്ചിലേക്ക് ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതി പുഷ് ചെയ്തു. 300 പേര് ന്യായകനായി നടന്ന് എനിക്ക് ജാമ്യത്തിന് പോലും 2 പേരുണ്ടായിരുന്നില്ല. എന്നാൽ അഡ്വക്കേറ്റ് തന്നെ പറഞ്ഞ് 2 പേര് ജാമ്യം നിർത്തി, ജാമ്യം ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കുവാൻ സർവശക്തനായ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ജയിലിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്നേഹിച്ച കല്യാണം, ഒരു ഭാര്യ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹിച്ചുള്ള കല്യാണമായിരുന്നു. ഞാൻ ജയിലിൽ പോകുമ്പോൾ ഒരു ഭാര്യ ഗർഭിണിയായിരുന്നു. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കുന്നത് ജയിലിൽ വെച്ചിട്ടാണ് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ജനിച്ചിട്ട് കുഞ്ഞിനെ കൊണ്ട് ജയിലിനകത്ത് കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദയനീയമായ അവസ്ഥയാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടത് ജയിലിൽ വെച്ചിട്ടാണ്. ജയിലിലേക്ക് എൻ്റെ ഭാര്യ 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ എൻ്റെ ജയിലിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് എനിക്ക് പുറത്തിറങ്ങുന്ന ചിന്ത പോലും വരുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അത് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എന്നെ പുറത്തേക്ക് ഇറക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു. എൻ്റെ അപ്പനും അമ്മയും RC ബാങ്കിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ അപ്പനും അമ്മയും യേശുവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ സഹോദരിമാർ 3 പേര് യേശുവിനെ അറിയുവാനിടയായിത്തീർന്നു. അവർ രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു. ഇരിഞ്ഞാലക്കുട സഭയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അവിടെ നമ്മൾ സ്ഥാനപ്പെടുവാനിടയായി, സഹോദരിമാർ സ്ഥാനപ്പെടുവാനിടയായിത്തീർന്നത്. അവിടെ ഇരിഞ്ഞാലക്കുട സഭയിലുള്ള അന്നുണ്ടായിരുന്ന ഒരു സഹോദരൻ വന്നിട്ടുണ്ട്, ബിജു, ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, താൻ കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പനമ്മ മാറി, എൻ്റെ സഹോദരിമാർ മാറി, എൻ്റെ അനിയന്മാരി,
എൻ്റെ ഭാര്യ മാറി, എൻ്റെ ഭാര്യയുടെ മാതാവ് മാറി, എൻ്റെ അനേക കൂട്ടുകാർ മാറുന്ന കാണുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് മടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പൊട്ടനെ പോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പല സ്ഥലങ്ങളിലും കടന്നുപോയി യേശുവിനെ കുറിച്ച് അറിയിക്കുവാനായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നാശകരമായിട്ടുള്ള കുഴിയിലും കുഴഞ്ഞിട്ടിലും ആണ്ട് കിടന്ന് എന്നെ എൻ്റെ കർത്താവ് രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വെളിച്ചത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാലത്ത് ഇരുളിൽ മാത്രം ജീവിച്ച എന്നെ എൻ്റെ കർത്താവ് സ്നേഹിച്ചു. അപ്പോൾ ഇരുളിൽ നടക്കുന്ന അനേകരുടെ ഉണ്ട്. എൻ്റെ അംഗമാലിയുള്ള അനേക സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. ചിലരോട് വന്നിട്ടുണ്ട്. മാത്രമല്ല ജയിലിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവവേല ചെയ്യുന്ന പല സഹോദരന്മാരുടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും ജീവിതത്തിൽ മാറ്റം വരുത്തിയത് യേശുവാണ്. യേശുവാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. കേരളത്തിലുടനീളം പോയി പ്രവർത്തിക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കിത് എവിടെ അറിയിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വലിയ പ്രശ്നമാണ് അറിയിച്ചില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ പേരിൽ അങ്കമാലി ഇങ്ങനെ കാര്യം ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. എല്ലാ ദൈവദാസന്മാരും ഇതിന് പ്രാർത്ഥിച്ചു, സഹകരിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത് ദൈവത്തെ സംഭവിച്ച കാര്യം ബോധ്യമായി അവർ ഏറ്റെടുത്തു. എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് ദൈവദാസന്മാരെ ബലപ്പെടുത്തി. എല്ലാത്തിനുമായി നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് അങ്കമാലിയുടെ സമയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും കരങ്ങളെടുക്കുക പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കൊന്ന് വിരമിക്കുന്നു. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വിലപ്പെട്ട അനുഭവ സാക്ഷ്യം നാം